السلام عليكم ورحمة الله وبركاته. قال النبي صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അറാദ സാഹിബൻ ഫല്ലാഹു യക്ഫിഹി. ഒരുത്തൻ ഒരു സാഹിബിനെ, ഒരു കൂട്ടുകാരനെ ഉദ്ദേശിച്ചാൽ ഫല്ലാഹു യക്ഫിഹി, അവന് അല്ലാഹ് മാത്രം മതി. ഇനി അതല്ല, വമൻ അറാദ മൂനിസൻ, ഒരുത്തൻ നേരം പോക്ക് അതേ സമയം കളയാൻ ഉദ്ദേശിച്ചാൽ ഫൽ ഖുർആൻ യക്ഫിഹി, അവൻ ഖുർആൻ മാത്രം മതി. വമൻ അറാദ വാഇദൻ, ഒരുത്തൻ ഒരു വഅദ് പറയുന്ന ഒരാളെ ഉദ്ദേശിച്ചു, അതായത് അവനക്ക് നന്നാവണം തോന്നി അവനൊരു ഉപദേശകനെ അവൻ ഉദ്ദേശിച്ചാൽ ഫൽ മൗത്ത് യക്ഫിഹി, അവനക്ക് വഅദ് ഇങ്ങനെ കേട്ട് നന്നാവാനാണ് തോന്നിയതെങ്കിൽ ഫൽ മൗത്ത് യക്ഫിഹി, അവനക്ക് മരണത്തെ ഓർത്താൽ മതി. ഫൽ മൗത്ത് യക്ഫിഹി, അവനക്ക് മരണത്തെ ഓർത്താൽ മതി. വമൻ അറാദ ഗിനൻ, ഒരുത്തൻ സമ്പത്ത് ഉദ്ദേശിച്ചു അല്ലെങ്കിൽ ഐശ്വര്യം ഉദ്ദേശിച്ചു, സമ്പത്തും അതിൻ്റെ ഐശ്വര്യവും എല്ലാം ഉദ്ദേശിച്ചാൽ ഫൽ ഖനാഅത്ത് യക്ഫിഹി, അവനക്ക് ഉള്ളത് കൊണ്ട് അള്ളാഹു അവനക്ക് എന്താണോ നൽകിയത് അതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കലാണ് ഏറ്റവും നല്ലത്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടലാണ് ഏറ്റവും നല്ലത്. ഫഇല്ലം യർതഇദ് ഫി ഹാദിഹിൽ ഉമൂരിൽ അർബഅ, ഈ 4 കാര്യങ്ങളിൽ നിന്നും ഒന്നും അവൻ ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ ഫന്നാറു യക്ഫിഹി, അവൻക്ക് നരകം മാത്രം മതി. ഈ മേൽ പറഞ്ഞ 4 കാര്യങ്ങളും അവൻ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ ഫന്നാറു യക്ഫിഹി, അവന് നരകം മാത്രം മതിയാവും. നാം ഒരുപാട് ഹദീസുകൾ നാം പഠിക്കാറുണ്ട്. പഠിക്കുന്ന ഓരോ ഹദീസും സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ളതാണ്, പ്രാവർത്തികമാക്കാനുള്ളതാണ്. ഈ ഒരു ഹദീസ് പറയുന്നത് അഷ്റത്തുൽ കുതുബ് എന്ന കിതാബിലെ മൂരിഖാത്തുൽ ഖുലൂബിൽ 2ാമത്തെ ഹദീസാണ്. നമ്മുടെ കഴിവിനെ നന്നാക്കിയെടുക്കുന്ന തസ്കിയത്തുൽ ഖുലൂബിൽപ്പെട്ട ചില പ്രധാനപ്പെട്ട ഹദീസുകളിൽപ്പെട്ട ഒരു ഹദീസാണ് ഇത്. ഈ ഹദീസിൻ്റെ വിശദീകരണം നാം ശരിയായ രീതിയിൽ മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.